Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയമുള്ളവരെയും നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടതെന്ന് തിരുവചനം പറയുന്നു. സങ്കീർത്തനം 148 അധ്യായം 11 തിരുവചനം. ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും കുഞ്ഞുമക്കളും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. പ്രിയമുള്ളവരെയും നമ്മൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ മഹാ അത്ഭുതം നമ്മുടെ കുടുംബത്തിലേക്കും കത്തോലിക്ക സഭയിലേക്കും ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ വിപത്തുകളിൽ നിന്നും ആ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുവാൻ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഗായക സംഘത്തോട് ചേർന്ന് നമുക്കും പാടി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയി നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആരാധന കർത്താവേ, കാൽവരിയിൽ ചിന്തിയ അമൂല്യമായ രക്തത്താൽ ഞങ്ങളെ പൊതിയണമേ. കാൽവരിയിൽ ഒഴുകിയ അങ്ങേ അമൂല്യമായ രക്തത്താൽ ഞങ്ങളെ ശുദ്ധിയുള്ളവരാക്കണമേ. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. വലിയൊരു വിടുതലിനായി, വലിയൊരു സൗഖ്യത്തിനായി ഒന്ന് ചേർന്ന്, കുടുംബം ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. പുതിയ വാതിലുകൾ തുറക്കപ്പെടുവാൻ, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ നമ്മുടെ ശിരസിന് മീതെ തുറക്കപ്പെടുവാൻ ഒന്ന് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമാ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ചേർന്ന് പാടാം വിശ്വാസത്തോടെ. നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമാ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. Praise the Lord. Praise the Lord. Hallelujah. 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 അപ്പോസ്തല പ്രവർത്തനം 16 അധ്യായം 31 തിരുവചനം.
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ദൈവാത്മാവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ ഓരോ കുടുംബങ്ങളിലെയും എല്ലാ അംഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആത്മാവിന്റെ ശക്തി നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, KRLC-BC പ്രൊക്ലമേഷൻ കമ്മീഷനും ഷാലോം ടെലിവിഷനും സംയുക്തമായി ആത്മീയ പോരാട്ടം എന്ന പേരിൽ നടത്തുന്ന വചനവിചിന്തന പരമ്പരയിൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നീതിയുടെ കവചം എന്നതാണ്. ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും തദനുസാരം നമ്മളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിക്കുന്നതിന് അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ ഇറങ്ങി വരുവാനും നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുവാനും ആത്മാർത്ഥമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി അവിടുത്തെ അഭിഷേകത്തിനായി വചനം പങ്കുവയ്ക്കുന്ന എനിക്ക് വേണ്ടിയും ഈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആത്മീയ യുദ്ധം എന്നത് ക്രൈസ്തവ ആധ്യാത്മികതയിൽ അന്യമായ ഒരു പദമല്ല. പ്രകൃതിയാതീത ദുഷ്ടശക്തികളോടും തിന്മയുടെ ശക്തികളോടും അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളോടുമൊക്കെ പോരാടി മുന്നേറുക എന്നതാണ് നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ഒരു രീതി, ഒരു ശൈലി. മനുഷ്യജീവിതത്തിലും വ്യാപാരങ്ങളിലും തിന്മയുടെ സ്വാധീനവും സാത്താൻ്റെ പ്രവർത്തനങ്ങളും പല വിധത്തിൽ കടന്നു വരുന്നു എന്നുള്ളത് തിരുവചനം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ യേശുനാഥൻ തന്നെ നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ട്: ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മുടെ ആധ്യാത്മിക ജീവിത യാത്രയിൽ ഞെരുക്കങ്ങൾ, പ്രലോഭനങ്ങൾ, വെല്ലുവിളികൾ, പ്രതിസന്ധികൾ എന്നിവയുണ്ടാകും എന്നത് കർത്താവ് തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മുന്നറിവാണ്. അന്ധകാര ശക്തികൾ നമുക്കെതിരെ വരുന്നത് നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണോ, നമ്മൾ അവയെ നേരിടാൻ സജ്ജരാണോ എന്നൊന്നും നോക്കിയിട്ടല്ല. നമ്മുടെ ആത്മാവും ഹൃദയവും മനസ്സും ശരീരവും എല്ലാം പൂർണ്ണമായിട്ടും ഈ യുദ്ധത്തിന് എപ്പോഴും സന്നദ്ധരായിരിക്കണം എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നിതാന്തമായ ജാഗ്രത. ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക ജീവിതം എന്നത് നിതാന്തമായ ജാഗ്രതയാണ്. ഇത് നമ്മൾ തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്: ശത്രുവായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ അലറുന്ന സിംഹത്തെ പോലെ അലഞ്ഞു നടക്കുകയാണ്. അപ്പോൾ അവൻ നിരന്തരമായിട്ട് ജാഗരൂകതയോടുകൂടെ ഓടി നടക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് നിസ്സംഗരായിരിക്കുക? അപ്പം ദൈവമക്കള് ഈ ശത്രുവായ പിശാചിൻ്റെ ആക്രമണങ്ങളെ നേരിടുവാൻ തക്കവണ്ണം നിരന്തരം ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ശത്രുവിൻ്റെ ആക്രമണം വരുന്നത് ചിലപ്പോൾ നമ്മൾ കാണണമെന്നില്ല, നമ്മൾ അറിയണമെന്നില്ല, നമ്മൾ ചിലപ്പോൾ മറന്നു പോവുകയും ചെയ്യാം. പക്ഷേ ശത്രു എപ്പോഴും ജാഗരൂകനാണ്. ഈ ഒരു സത്യം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ആത്മീയ യുദ്ധം അല്ലെങ്കിൽ ആത്മീയ പോരാട്ടം, നമ്മൾ ആത്മീയ പോരാട്ടത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, അവയോട് നമ്മൾ മല്ലിടുകയാണ് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? 5 കാര്യങ്ങൾ ഈ തിരിച്ചറിവിനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് വയ്ക്കുവാനായിട്ട് സാധിക്കും. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ
ജോബിൻ്റെ പുസ്തകം 1, 2 അധ്യായങ്ങൾ മുഴുവൻ, ആ അധ്യായങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു സത്യം അവിടെ തെളിഞ്ഞു വരികയാണ്. അപ്രതീക്ഷിതമായി ജീവിതത്തിലുണ്ടാകുന്ന വലിയ തകർച്ചകൾ, നഷ്ടങ്ങൾ, പരീക്ഷണങ്ങൾ, ഇതൊക്കെ നമ്മൾ ആത്മീയ യുദ്ധത്തിലാണ് നമുക്കെതിരെ തിന്മയുടെ ശക്തികൾ ആഞ്ഞടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഒരു തെളിവാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ അതാണ് നമ്മൾ കാണുക. ജോബിൻ്റെ ജീവിതം, വളരെ സമ്പന്നനായ ജോബ്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതി നിറഞ്ഞവനായിരുന്ന ജോബ്, എല്ലാവർക്കും മാതൃകാപരമായി ജീവിച്ചിരുന്ന ജോബ്, പൊടുന്നനവേ ഒരു അടയാളവുമില്ലാതെ, ഒരു മുന്നറിവുമില്ലാതെ അവൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ തുടങ്ങുകയാണ്. അവൻ്റെ ആടുമാടുകളും കന്നുകാലികളും ഒക്കെ നിന്ന നിപ്പിൽ ചത്തുവീഴുന്നു. അവൻ്റെ മക്കള് നഷ്ടപ്പെടുന്നു. അവസാനം അവൻ്റെ ശരീരം തന്നെ ചീഞ്ഞഴുകാൻ തുടങ്ങുന്നു. അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും അവന് അപ്പം ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തകർച്ചകളുടെ ഒരു പരമ്പരയാണ് കാണുക. പക്ഷെ നമുക്കറിയാം, പിന്നീട് തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം അറിയാതെയല്ല ഇതൊന്നും സംഭവിച്ചത്, ദൈവം അനുവദിച്ച് കൊടുത്തത് തന്നെയാണ്. അപ്പം ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്. നമ്മൾ ആത്മീയ യുദ്ധത്തിലാണോ എന്ന് തിരിച്ചറിയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ അനുഭവങ്ങൾ ഇതുപോലെയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവം അറിയാതെയല്ല, ദൈവം അനുവദിച്ച് എൻ്റെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ കടന്നു വരികയാണ്. എന്നാലോ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പ്രയാസങ്ങളും തിന്മയുടെ സ്വാധീനമോ പിശാചിൻ്റെ പ്രവർത്തനമോ ആണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് ഒരു അടയാളം മാത്രമാണ്. രണ്ടാമതായിട്ട്, ആത്മീയ യുദ്ധത്തിലാണ് നമ്മളെന്ന് തിരിച്ചറിയുന്ന രണ്ടാമത്തെ ഒരു കാര്യം, ശാരീരികമായ അപകടങ്ങൾ, മാറാത്ത രോഗങ്ങൾ, ഭീകരമായ നഷ്ടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് പലപ്പോഴും. അവയും, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ രോഗങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പിശാചിൻ്റെ പ്രലോഭനമാണെന്നോ അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രവൃത്തിയാണെന്നോ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയും ആവാം. സാത്താൻ്റെ പ്രവൃത്തി മൂലം നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, തകർച്ചകൾ ഉണ്ടാവാം. നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്കൊന്ന് കേൾക്കാം. മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ശത്രു വരുന്നത്, പിശാച് വരുന്നത് എന്തിനു വേണ്ടിയാണ്? മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. അപ്പൊ ഇതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള അനുഭവങ്ങൾ, നാശത്തിൻ്റെ അനുഭവങ്ങൾ, തകർച്ചയുടെ അനുഭവങ്ങൾ, അത് പിശാചിൻ്റെ പ്രവൃത്തി ആവാം. കർത്താവ് തന്നെ പറഞ്ഞതാണ്, ശത്രു വരുന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്, കൊന്നുകളയാനാണ്, നശിപ്പിക്കാനാണ്, നഷ്ടപ്പെടുത്താനാണ്. മൂന്നാമതായിട്ട്, നമ്മൾ ആത്മീയ യുദ്ധത്തിലാണോ എന്ന് തിരിച്ചറിയുവാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം നന്മയിലും വിശുദ്ധിയിലും ജീവിക്കാൻ പരിശ്രമിച്ചിട്ടും, ദൈവവചനം അനുസരിച്ച് മുന്നേറുവാനൊക്കെ നമ്മൾ പരിശ്രമിച്ചിട്ടും, പാപത്തിലേക്കുള്ള അമിതമായ ചായ്വ്, തിന്മകളിലേക്കുള്ള അനിയന്ത്രിതമായ ആകർഷണം, പ്രലോഭനങ്ങൾക്ക് നാം വശംവദരായി പോകുന്നു. നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം, നന്മ പ്രവർത്തിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നാം അറിയാതെ പലപ്പോഴും പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇവിടെ പിശാച് എൻ്റെ പിന്നാലെയുണ്ട്, എന്നെ പിശാച് വളഞ്ഞു പിടിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അത് ദീർഘമായൊരു ഭാഗമാണ്, നമ്മളത് എടുത്ത് വായിച്ചു നോക്കുക. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? യേശുവിൻ്റെ പരീക്ഷണമാണ്. മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പിതാവിനാൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ടവനാണ് യേശു. അതിനുശേഷമാണ് അവിടുന്ന് മരുഭൂമിയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? ഇങ്ങനെ ആത്മപൂരിതനായിട്ട് പിതാവിനാൽ മുദ്ര ചെയ്യപ്പെട്ട് പ്രാർത്ഥനയിൽ 40 ദിവസം ചെലവഴിച്ച കർത്താവിനുണ്ടായ അനുഭവം എന്താണ്? പരീക്ഷണമാണ്, പ്രലോഭനമാണ്, തിന്മയിലേക്കുള്ള ചായ്വാണ്, ദൈവത്തിൽ നിന്നും അകലാൻ,
ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് മാറാനുള്ള ഭയങ്കരമായ പരീക്ഷണമാണ് ഉണ്ടായത്. അതാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പോലും നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവാം. പിശാചിനാൽ യേശുനാഥൻ പരീക്ഷിക്കപ്പെട്ടുവെങ്കിൽ നമ്മൾ എത്രയോ അധികമായിട്ട് പരീക്ഷിക്കപ്പെടും. 4-മതായിട്ട് ഈ ആത്മീയ യുദ്ധത്തിലാണ് നമ്മളെന്ന്, അല്ലെങ്കിൽ പിശാചിൻ്റെ വലയത്തിൽ അവൻ്റെ പ്രവർത്തനം നമ്മൾ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെക്കെതിരെ വരുന്നു എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ടുള്ള 4-മത്തെ ഒരടയാളം അമിതമായ നിരാശ, ഭയം, അന്ധകാര ചിന്തകൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവുമില്ലാതെ അമിതമായിട്ടുള്ള ഭയം, തിന്മയായ ചിന്തകൾ, അന്ധകാരമയമായ ചിന്തകൾ, ഇവയൊക്കെ നിരാശ, ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മിൽ തിന്മയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ അത് കണ്ടിട്ട് ഭയപ്പെടേണ്ട. കാരണം നമ്മോട് കൂടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. പാപത്തെയും മരണത്തെയും എല്ലാ തിന്മകളെയും അന്ധകാരത്തെയും ജയിച്ചുയർത്ത കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. പക്ഷേ അവിടുന്ന് ചിലപ്പോഴൊക്കെ നമ്മളെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനായിട്ട്, സ്വർണ്ണമുലയിൽ എന്നതുപോലെ നമ്മളെ പരിശോധിച്ച് പരിശുദ്ധരാക്കുവാനായിട്ട് തിന്മയുടെ സാഹചര്യങ്ങൾ അനുവദിച്ചു തരാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. വ്യാജ പ്രവാചകന്മാരെ, വ്യാജദേവന്മാരെയൊക്കെ പരാജയപ്പെടുത്തിയ ശേഷം ഏലിയ പ്രവാചകൻ ഉണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. വ്യാജപ്രവാചകന്മാരോടൊക്കെ മല്ലിട്ട് അവരെയൊക്കെ പരാജയപ്പെടുത്തി വിജയം വരിച്ച് വന്ന അവസ്ഥയാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഏലിയ പ്രവാചകന് തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് അന്ധകാരവും നിരാശയുമൊക്കെയാണ്. ഇതൊരു വൈരുദ്ധ്യമാണ്. നമുക്കറിയത്തില്ല എന്തുകൊണ്ടാണിത്, പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം നന്മയായിട്ട് ചെയ്യുമ്പോൾ, ദൈവേഷ്ടം അനുസരിച്ച് പ്രവർത്തിച്ചൊക്കെ പോകുമ്പോൾ പോലും ചിലപ്പോൾ നമുക്ക് അന്ധകാരത്തിൻ്റെ ആ ഒരു ബന്ധനം, അല്ലെങ്കിൽ അന്ധകാര ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ ഇവിടെയും നമ്മൾ തിരിച്ചറിയണം, പിശാച് പ്രവർത്തന നിരതനാണ്, തിന്മ പ്രവർത്തന നിരതമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. വീണ്ടും 5-മത്തെ ഒരു അടയാളം, നാം ആത്മീയ യുദ്ധത്തിലാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശാപചിന്തകളും സംശയങ്ങളും കുറ്റബോധവും ആത്മീയമായൊരു മന്ദതയുമൊക്കെയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ, നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും, എത്ര നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും, എത്ര വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിച്ചിട്ടും, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടും ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ശാപചിന്ത, സംശയം, കുറ്റബോധം, ആത്മീയമായ മന്ദത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വീണ്ടും നാം തിരിച്ചറിയുക, പിശാച് നമുക്ക് ചുറ്റുമുണ്ട്, തിന്മ നമ്മളെ വലയം ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഭയപ്പെടണമെന്നോ പിന്തിരിഞ്ഞ് ഓടണമെന്നോ അല്ല. പിന്നെയോ നമ്മൾ ആത്മാവിൽ കൂടുതൽ ബലം പ്രാപിച്ച് ഈ തിന്മയുടെ ശക്തികളോട് യുദ്ധം ചെയ്ത് വിജയം വരിക്കണം. നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ ബലപ്പെടുത്തണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുക: കോലാഹലത്തിൻ്റെ അല്ല, സമാധാനത്തിൻ്റെ ദൈവമാണ്, സമാധാനത്തിൻ്റെ ആത്മാവാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുക. അസ്വസ്ഥതയും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ആത്മാവല്ല നമുക്കുള്ളത്. അപ്പം നമ്മളിൽ അസ്വസ്ഥതയും ശാപചിന്തയും നിരാശയും കുറ്റബോധവും ഒക്കെ വളരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് ദൈവാത്മാവിൽ നിന്നല്ല, അത് ദുഷ്ടൻ്റെ ആത്മാവിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതൽ ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ദൈവാത്മാവിനോട് അടുത്തിരിക്കുകയും വിശുദ്ധിയുടെ വഴിയിലേക്ക് നീങ്ങുകയും ചെയ്യണം. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രവിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം: ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അതെ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഇപ്പം നമ്മൾ മാമോദീസായാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവരാണ്. വിശുദ്ധ കൂദാശകളാൽ യേശുക്രിസ്തുവിനോട് നിരന്തരം ഐക്യപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പം നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് ശിക്ഷാവിധിയില്ല. പ്രലോഭനങ്ങളുണ്ടാവാം, പരീക്ഷണങ്ങളുണ്ടാവാം, പിശാചിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ടാവാം, പക്ഷേ
നാം പരാജയപ്പെട്ടു പോവുകയില്ല. കാരണം നമ്മുടെ കൂടെയുള്ളവൻ പാപത്തെയും മരണത്തെയും ജയിച്ചവനാണ്. അപ്പോൾ ഈ 5 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ ആത്മീയ യുദ്ധത്തിലാണ്, തിന്മയോടുള്ള പോരാട്ടത്തിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇനി അങ്ങനെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഓരോ വാക്യങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, പഠിക്കുകയാണ്. ആ തിരുവചനങ്ങൾ നമുക്ക് നൽകുന്നത് ഇത്തരത്തിൽ ആത്മീയ യുദ്ധം നടത്തുവാനുള്ള ഉപാധികളാണ്. ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പടയാളി, അവൻ അതിനു വേണ്ട കോപ്പ് കൂട്ടുന്നത് നമുക്കറിയാം. പടച്ചട്ടയും ചിര കവചവും മറ്റ് ആയുധങ്ങളുമൊക്കെ ധരിച്ചിട്ടാണ് ഒരുവൻ യുദ്ധത്തിന് പുറപ്പെടുന്നത്. ഇന്ന് ആധുനിക കാലത്തെ യുദ്ധത്തിന് ആധുനികമായിട്ടുള്ള ആയുധങ്ങളാണ്. പക്ഷേ ഏത് യുദ്ധത്തിലാണെങ്കിലും ആയുധങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തിന്മയുടെ അന്ധകാരത്തിൻ്റെ ശക്തികളോട് നമ്മൾ പോരാടുമ്പോൾ നമുക്ക് പല ആയുധങ്ങൾ, ഏതാണ്ട് 7 ആയുധങ്ങൾ ഈ എഫെസ്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നീതിയുടെ കവചത്തെക്കുറിച്ചാണ്. നീതിയുടെ കവചമണിയുക. എന്താണ് ഈ കവചമെന്ന് പറഞ്ഞാൽ, ഇവിടെ പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നത് ഒരു റോമൻ പടയാളിയുടെ ചിത്രത്തിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ കവചമെന്ന് പറയുന്നത് പടച്ചട്ടയാണ്. പടച്ചട്ട അണിഞ്ഞിട്ടാണ് യുദ്ധത്തിന് പുറപ്പെടുന്നത്. അപ്പം നീതിയുടെ പടച്ചട്ട അണിയുക. ഒരു വിശ്വാസി നീതിയുടെ പടച്ചട്ട അണിഞ്ഞു വേണം ആത്മീയ യുദ്ധത്തിന് പുറപ്പെടുവാനായിട്ട്. അപ്പം അവിടെ റോമാലേഖനത്തിൽ നമ്മൾ 3, 4, 5, 6 അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. കർത്താവ് തുടർച്ചയായിട്ട് ഈ ആത്മീയ സംരക്ഷണത്തെക്കുറിച്ച് അവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു വിശ്വാസിക്ക് ദൈവം നൽകുന്ന സംരക്ഷണമാണ് ഈ ആത്മീയ കവചമെന്ന് പറയുന്നത്, നീതിയുടെ കവചമെന്ന് പറയുന്നത്. പക്ഷേ നമ്മളവിടെ വായിക്കുന്നൊരു കാര്യം, റോമാലേഖനത്തിൽ വായിക്കുന്നൊരു കാര്യം, ആരും നീതിമാന്മാരല്ല, നമ്മൾ ആരും നീതിമാന്മാരല്ല. എന്നാലോ ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് സ്വന്തമായിട്ട് നീതിയില്ല. സ്വന്തമായിട്ടുള്ളത് പാപവും പാപത്തിലേക്കുള്ള ചായ്വുമാണ്. ആദി പാപം മൂലം നാം എല്ലാം പാപത്തിന് വിധേയപ്പെട്ടു പോയവരാണ്. അതുകൊണ്ട് തന്നെ നാം ആരും സ്വയം നീതീകരിക്കപ്പെട്ടവരല്ല, ആരും നീതിമാന്മാരല്ല, ഒരുവൻ പോലും നീതീകരിക്കപ്പെട്ടവനില്ല. പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ നീതിയാണ് നമ്മുടെ നീതി. യേശു നമ്മളെ നീതീകരിച്ചു. തൻ്റെ കുരിശിൽ തൻ്റെ രക്തത്താൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മളെ നീതീകരിച്ചു. 106-ാം സങ്കീർത്തനം 3-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നു: ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം നീതിയുടെ കവചം എന്ന് നമ്മൾ പറയുമ്പോൾ തിരുവചനത്തിലുടനീളം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, ഈ നീതി പ്രകാരമായ ജീവിതം, നീതിനിഷ്ഠമായ ജീവിതം ദൈവമക്കളുടെ മുഖമുദ്രയാണ് എന്ന് അവതരിപ്പിക്കുകയാണ്. സങ്കീർത്തകൻ അതാ പറയുന്നത്, ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ തിന്മയെ അതിജീവിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാത്താനെതിരായി, തിന്മയ്ക്കെതിരായി പോരാടുമ്പോൾ നമ്മുടെ കവചം എന്താണ്? നീതിയുടെ കവചം, നീതിപൂർണമായ ജീവിതം. അതാണ് നമ്മുടെ കവചമെന്ന് പറയുന്നത്. വീണ്ടും നമുക്കറിയാം, ഈ കവചം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്രമണങ്ങളെ ചെറുക്കുവാനായിട്ടാണ്. നമുക്കെതിരെ അമ്പെയ്ത് വന്നാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധം കൊണ്ട് നമ്മളെ ആക്രമിച്ചാൽ നമ്മളുടെ ശരീരത്തെ സംരക്ഷിക്കുവാനായിട്ടാണ് കവചമണിയുന്നത്. അപ്പം ഇതുപോലെ നീതി എന്ന് പറയുന്നത് ഒരു കവചമാണ്. എന്തിൻ്റെ കവചമാണ്? മറ്റെല്ലാ നന്മകളെയും നമ്മളൊരു കവചം അണിഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം, പടച്ചട്ട ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങളെയെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയം, നമ്മുടെ കരള്, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളെയെല്ലാം ഈ കവചം, ഈ പടച്ചട്ട സംരക്ഷിക്കുകയാണ്. അപ്പം ഇതുപോലെ നീതിയാകുന്ന കവചം നമ്മൾ അണിഞ്ഞു കഴിയുമ്പോൾ നമ്മളിലുള്ള മറ്റെല്ലാ നന്മകളെയും ഈ കവചം സംരക്ഷിക്കുകയാണ്, പരിപാലിക്കുകയാണ്. അപ്പം ദൈവത്തോടും മനുഷ്യരോടും നമ്മുടെ ബന്ധം നീതിപൂർവകമാണോ? പഴയ നിയമത്തിൽ നോഹയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്.
നോഹയെക്കുറിച്ച് പറയുന്നത് എന്താണ്? വിശുദ്ധ പത്രോസ് തന്റെ ലേഖനത്തിൽ നോഹയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ദൈവത്തോടും മനുഷ്യരോടും നീതിപൂർവകമായ ബന്ധം പുലർത്തിയവനാണ് നോഹ. അപ്പോൾ ഒരുവൻ നീതിയുടെ കവചം അണിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, അതിൽ നിന്നും മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധം, ഇത് രണ്ടും നീതിപൂർവകമായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബന്ധത്തിൽ ആണോ നമ്മൾ വളരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. നീതി എന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് നീതി. ദൈവത്തിൻ്റെ സ്വഭാവമാണ് നീതി. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായ പ്രവൃത്തി അല്ലെങ്കിൽ മാനുഷിക നീതി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുവൻ അർഹിക്കുന്ന സമയത്ത് അർഹിക്കുന്ന അളവിൽ കൊടുക്കുക എന്നുള്ളതാണ് മാനുഷിക നീതി. അത് വളരെ താഴ്ന്ന തലത്തിലുള്ള നീതിയുടെ ഒരു മാനദണ്ഡമാണ്. അത് മാനുഷികമായ മാനദണ്ഡമാണ്. എന്നാലോ ദൈവീക നീതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകളെയും മനുഷ്യൻ്റെ പ്രവൃത്തികളെയും ഒക്കെ അതിലംഘിക്കുന്ന തരത്തിലുള്ള നീതിയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും ധാർമ്മികമോ നീതിനിഷ്ഠമോ ആയ ഒരു ജീവിത ശൈലിയാണ് ഇതെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള പങ്കാളിത്തമാണ് ക്രൈസ്തവന്റെ നീതി. നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ ഒരു ഉപദേശം ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്നുണ്ട്. എന്താണ്? കട്ടിയും തുലാസുമൊക്കെ നീതിപൂർവകമായിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യാപാരങ്ങളിൽ, നിങ്ങൾ അനുദിനം ചെയ്യുന്ന നിങ്ങളുടെ പ്രവൃത്തികളിൽ നീതി പുലർത്തണം. അന്യായം കാണിക്കരുത്, ആരെയും വഞ്ചിക്കരുത്, വാക്കിലോ പ്രവൃത്തിയിലോ അന്യായം പ്രവർത്തിക്കരുത്. ഇതാണ് നീതിപൂർവകമായിട്ടുള്ള ജീവിതമെന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്. 1-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലും ഈ സന്ദേശം തന്നെയാണ് നമുക്ക് നൽകുക. കർത്താവ് നീതിമാന്റെ മാർഗം അറിയുന്നു. ഇപ്പം നമ്മൾ നീതിമാനാണോ ഇല്ലയോ എന്നുള്ളത് നമ്മളല്ല അളക്കേണ്ടത്. നമ്മൾ നീതിയുടെ കവചം അണിഞ്ഞിട്ടുണ്ടോ, നീതിപൂർവമാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ നീതിമാന്മാരാണോ എന്ന് അളക്കേണ്ടത് നമ്മളല്ല, മറ്റു മനുഷ്യരല്ല, പ്രത്യുത നീതിമാനായ ദൈവമാണ്. കാരണം ദൈവം ഒരുവൻ മാത്രമാണ് നീതിമാൻ. അവൻ്റെ നീതിയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇതാ പറയുക: ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതയിലും ചരിക്കുന്നു. അപ്പം നമുക്ക് നമ്മെ തന്നെ നോക്കിക്കൊണ്ട്, നമ്മളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ആത്മധൈര്യത്തോടെ ഇത് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതയിലും ചരിക്കുന്നവനാണോ? അങ്ങനെയാണെങ്കിലേ നമുക്ക് നീതിയുടെ കവചമണിഞ്ഞ് ആത്മീയ പോരാട്ടത്തിൽ മുന്നേറുവാനും വിജയം നേടുവാനും സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ വർഷം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ യൗസേ പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. നമ്മൾ മാനുഷിക നീതിയെക്കുറിച്ചും ദൈവിക നീതിയെക്കുറിച്ചും പറഞ്ഞു. തിരുവചനത്തിൽ യൗസേപ്പിനെ കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ടില്ല, അധികമൊന്നും എഴുതി വച്ചിട്ടില്ല. വളരെ മിനിമം കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യം മാത്രമേ വിശുദ്ധ യൗസേ പിതാവിനെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നുള്ളൂ. അതിലേറ്റവും മനോഹരമായ ഒരു വാക്യം ഇതാണ്: യൗസേപ്പ് നീതിമാനായിരുന്നു. യൗസേപ്പ് നീതിമാനായിരുന്നു. അതിനാൽ അവൻ തൻ്റെ ഭാര്യയായ മറിയത്തെ അപമാനവിധേയയാക്കുവാൻ ആഗ്രഹിച്ചില്ല. പ്രിയമുള്ളവരെ, 2 യൗസേപ്പുമാർ നമുക്കറിയാം. പഴയ നിയമത്തിൽ പൂർവ്വ യൗസേപ്പുണ്ട്. പൂർവ്വ യൗസേപ്പിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അവൻ്റെ സഹോദരന്മാർ അവനോട് ചെയ്തതൊക്കെ അന്യായമായിരുന്നു, അനീതിയായിരുന്നു. പക്ഷേ അവൻ അവൻ്റെ സഹോദരങ്ങളോട് തിരിച്ചു ചെയ്തതോ? ആ അന്യായത്തിന് അന്യായം പ്രവർത്തിക്കുകയല്ല ചെയ്തത്, അനീതിക്ക് അനീതി പ്രവർത്തിക്കുകയല്ല ചെയ്തത്. പ്രത്യുത അവർക്ക് നീതി കൊടുത്തുകൊണ്ട്, അവരർഹിക്കുന്നതിലും അധികമായിട്ടുള്ള അനുഗ്രഹം കൊടുത്തുകൊണ്ട്, ക്ഷാമകാലത്ത് അവരെയും അവരുടെ കുടുംബങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടാണ് പൂർവ്വ യൗസേപ്പ് നീതി പ്രകടിപ്പിച്ചത്. അപ്പൊ അർഹിക്കുന്നത് മാത്രം കൊടുക്കുന്നതല്ല നീതി, ക്രൈസ്തവ നീതി. അത് ദൈവനീതിയിലുള്ള പങ്കാളിത്തമാണ്.
അർഹിക്കുന്നതിലും അധികമായത് കൊടുക്കുവാൻ, അർഹിക്കാത്ത സമയത്ത് കൊടുക്കുവാൻ, അർഹിക്കാത്ത രീതിയിൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? എളുപ്പമല്ല അത്, തീർച്ചയായിട്ടും എളുപ്പമല്ല. പക്ഷേ പൂർവ്വ യൗസേപ്പും പുതിയ നിയമത്തിലെ യൗസേപ്പും വിശുദ്ധ യൗസേപ്പ് പിതാവും നമുക്ക് നൽകുന്ന മാതൃകയാണ്. യൗസേപ്പ് നീതിമാൻ ആയിരുന്നതിനാൽ അവൻ്റെ ഭാര്യയെ അപമാനവിധേയയാക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. ഈ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷം ആചരിക്കുമ്പോൾ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടട്ടെ. നമ്മൾ ഈ ആത്മീയ യുദ്ധത്തിൽ മുന്നേറുവാനായിട്ട് നമുക്ക് എങ്ങനെ വിജയിക്കുവാനായിട്ട് സാധിക്കും? നമുക്ക് ആത്മീയ യുദ്ധം വിജയിക്കുവാനായിട്ട് 7 ഉറപ്പുകളാണ് ദൈവം നൽകിയിരിക്കുന്നത് ഈ ആത്മീയ യുദ്ധത്തിൽ വിജയം പ്രാപിക്കുവാനായിട്ട്. ഒന്നാമതായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്ക് ശ്രവിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അതെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ശക്തി എന്ന് പറയുന്നത് എന്താണ്? കായബലമല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഇങ്ങനെ മസിൽ പെരുത്ത് കായബലമുള്ളവരാകുമെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ ആത്മാവിൽ ബലപ്പെടും. എന്തിനാണ്? തിന്മയോട് പോരാടാൻ. ഈ നീതിയുടെ കവചമനുസരിച്ച് നീതിപൂർവകമായിട്ട് പെരുമാറുവാൻ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 26-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. അന്ധകാര ശക്തികൾ നമുക്കെതിരെ പോരാടുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട. കാരണം നമുക്ക് വേണ്ടി പോരാടുവാൻ പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ വാഗ്ദാനമാണ്, മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും, ലോകാന്ത്യം വരെ നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഞാൻ തരും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ നീതിപൂർവകമായിട്ട് ജീവിക്കുവാൻ സഹായിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സഹായം പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം, ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടി മുതൽ അങ്ങ് കാലാന്ത്യത്തോളം അനന്തമായിട്ട് നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി. ചെങ്കടലിനെ പിളർത്തിയവൻ, മുടന്തന് നടക്കുവാനുള്ള ശക്തി കൊടുത്തവൻ, അന്ധന് കാഴ്ച കൊടുത്തവൻ, ബന്ധിതനെ മോചിപ്പിച്ചവൻ, ഇങ്ങനെ നിരവധി അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയ അതേ പരിശുദ്ധാത്മാവാണ് നമുക്കും മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും മറ്റു കൂദാശകളിലുമായിട്ട് നൽകപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് തിന്മയോടുള്ള നമ്മുടെ യുദ്ധത്തിൽ, അന്ധകാര ശക്തികളോടുള്ള നമ്മുടെ പോരാട്ടത്തിൽ വിജയം വരിക്കുവാനുള്ള ഒന്നാമത്തെ സഹായം. രണ്ടാമത്തേത് എഫേസ്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന, ചർച്ച ചെയ്യുന്ന ആ വചനഭാഗം, അവിടെ ആത്മീയ ആയുധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? സത്യം, നീതി, സമാധാനം, വിശ്വാസം, ദൈവികമായ രക്ഷ, ദൈവവചനം. ഇവയാണ് അന്ധകാര ശക്തികളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആയുധങ്ങൾ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള 17 വരെയുള്ള തിരുവചനങ്ങളിൽ ഇത് പറയുന്നുണ്ട്. സത്യം, നീതി, സമാധാനം, വിശ്വാസം, രക്ഷ, ദൈവവചനം. ഇവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തിന്മയുടെ ശക്തികൾക്ക് നമ്മളെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല, നമ്മളെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് ഈ സദ്ഗുണങ്ങളാണ്. പരിശുദ്ധാത്മാവാണ് ഒന്നാമത്തെ സഹായം. ആ പരിശുദ്ധാത്മാവ് നൽകുന്ന നന്മകൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ, സത്യം, നീതി, സമാധാനം തുടങ്ങിയ കാര്യങ്ങൾ, അവയാണ് രണ്ടാമതായിട്ട് നമ്മളുടെ സഹായം. മൂന്നാമതായിട്ട് തിന്മയെ അതിജീവിക്കുവാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സഹായം എഫേസ്യ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. പ്രാർത്ഥനയാണ് മൂന്നാമത്തെ ആയുധം.
നിരന്തരമായ പ്രാർത്ഥന, വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ല, നിരന്തരമായ പ്രാർത്ഥനയാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ആയുധം എന്ന് പറയുന്നത്. നാലാമത്തെ ആയുധം എബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 12-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 4-ാം അധ്യായം 12-ാം വചനം എബ്രായ ലേഖനത്തിൽ, സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായ ഒരായുധം. എന്താണ് ആ ആയുധം? ദൈവവചനം. തിന്മയുടെ ശക്തിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന 4-ാമത്തെ ആയുധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം. നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന് അന്ധകാര ശക്തികളോട് വിജയം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. 5-ാമത്തെ ആയുധം എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ 5-ാമത്തെ സഹായം, അന്ധകാര ശക്തികളോട് വിജയം വരിക്കുവാനുള്ള 5-ാമത്തെ ആയുധം എന്ന് പറയുന്നത് സ്തുതിയുടെ ജീവിതമാണ്. സ്തുതിയുടെ ജീവിതം. സ്തുതി, ദൈവസ്തുതി, ദൈവ ആരാധന, ദൈവസ്തുതി ശക്തമായ ആയുധമാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഉച്ചത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശത്രു പലായനം ചെയ്യും, അവൻ ഓടിപ്പോകും. അപ്പം അതുകൊണ്ട് ഈ സ്തുതി നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റുക. നമ്മൾ ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, യഹോശഫാത്ത് നഗരം തകർക്കുന്നത്, നഗരത്തിൻ്റെ കോട്ടകൾ തകർക്കുന്നത് എങ്ങനെയാണ്? സ്തുതികളാൽ പരാജയപ്പെടുത്തുകയാണ്. യഹോശഫാത്ത് തൻ്റെ ജനത്തോടു കൂടി നഗരത്തിന് ചുറ്റും നടന്ന് സ്തുതികൾ ആലപിച്ചപ്പോൾ, ഉച്ചത്തിൽ സ്തുതിച്ചപ്പോൾ കോട്ടകൾ തകർന്നു വീണു. അപ്പോൾ ഇതുപോലെ തിന്മയുടെ ശക്തികൾ നമ്മിൽ നിന്നും അകന്നു പോകും നാം സ്തുതിയുടെ ജീവിതം നയിക്കുമ്പോൾ. അതുപോലെ തന്നെ 22-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, സ്തുതികളിൽ വാഴുന്നവനായ ദൈവം. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ദൈവം മഹത്വപ്പെടുകയും അവൻ്റെ മഹത്വം നമുക്ക് അനുഗ്രഹമാവുകയും നമ്മളുടെ യുദ്ധം നാം വിജയിക്കുകയും ചെയ്യും. അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും ശക്തികളെ സ്തുതികളാൽ പരാജയപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. 6-ാമത്തെ ആയുധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 6-ാമത്തെ സഹായം എന്ന് പറയുന്നത് കൂദാശകളാണ്. ക്രിസ്തുനാഥൻ ഈ തിന്മകൾ നമുക്കെതിരെ പോരാടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് വിശുദ്ധ കൂദാശകൾ സ്ഥാപിച്ചു നൽകിയത്. കൂദാശകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾക്ക് ക്രിസ്തുനാഥനോടുള്ള വിധേയത്വമാണ്. ക്രിസ്തുനാഥനോട് നമ്മളെ ഐക്യപ്പെടുത്തി ബന്ധപ്പെടുത്തി നിലനിർത്തുന്ന അവസ്ഥയാണ് കൂദാശകൾ. എല്ലാ കൂദാശകളും നമുക്ക് ക്രിസ്തുവിനോട് വിധേയപ്പെട്ട് തിന്മയോട് പോരാടി വിജയം വരിക്കുവാനുള്ള ആയുധമാണ്. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തിന് വിധേയരായിരിക്കുവിൻ. നാം ദൈവത്തിന് വിധേയരായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ പാലിക്കുക, അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിച്ചു ജീവിക്കുക. അങ്ങനെ ദൈവത്തിന് വിധേയപ്പെടുക. അപ്പോൾ എന്ത് സംഭവിക്കും? അവൻ, ശത്രു, പിശാച് നിങ്ങളിൽ നിന്ന് ഓടി അകലും. ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട് പിശാചിനെ ചെറുക്കുക. എന്താണ് നമ്മൾ ദൈവത്തിന് വിധേയപ്പെടുവാൻ പറയുക? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 25 മുതൽ അങ്ങോട്ട് 71 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? കർത്താവ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അവിടെ പടിപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞ്, ജീവന്റെ അപ്പം ഞാൻ നിങ്ങൾക്ക് നൽകും, മന്നയെക്കുറിച്ചെല്ലാം പറഞ്ഞ് അവസാനം, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ജീവന്റെ അപ്പം എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് ജീവനുണ്ടായിരിക്കും. അപ്പോൾ ഈ ശരീരവും രക്തവും പാനം ചെയ്യണമെന്ന് അവിടുന്ന് നമ്മളോട് കൽപ്പിക്കുകയാണ്, അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നാം അതിന് വിധേയപ്പെടുന്നുണ്ടോ? അപ്പൊ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ആത്മാവിൽ ശക്തി പ്രാപിച്ച് തിന്മയോട് പോരാടുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു,
നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. അതെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കുംഭസാരം എന്ന കൂദാശ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പാപത്തിനെതിരെ, തിന്മയ്ക്കെതിരെ, അന്ധകാരത്തിനെതിരെ, സാത്താന്യ ശക്തികൾക്കെതിരെ പോരാടുവാനായിട്ട് കുംഭസാരം എന്ന കൂദാശ അവിടെ നിന്ന് സ്ഥാപിച്ച് നൽകുകയാണ്. അപ്പം ഇതുപോലെ ഓരോ കൂദാശകളും നമുക്ക് വേണ്ടി സ്ഥാപിച്ച് നൽകിയത് ഈ തിന്മയുടെ ശക്തികളോട് പോരാടി വിജയം വരിക്കുവാനാണ്. അവസാനമായി ഏഴാമതായി നമുക്ക് നൽകിയിരിക്കുന്ന സഹായം കൂട്ടായ്മയും സംസർഗവുമാണ്. ഐക്യത്തിൽ ജീവിക്കുക, കൂട്ടായ്മയിൽ ജീവിക്കുക, കമ്മ്യൂണിയൻ ആൻഡ് ഫെലോഷിപ്പ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരം, നമ്മൾ മാമോദീസായാൽ അവൻ്റെ ശരീരത്തോട് ഐക്യപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്, അവനിൽ ഒന്നായി തീരുകയാണ്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. യേശുക്രിസ്തു ശിരസും നാം അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളുമാണ്. അങ്ങനെ ഒരു ശരീരമായിട്ട് കൂട്ടായ്മയിൽ നാം ജീവിക്കുമ്പോഴാണ് പിശാചിനെ നമുക്ക് തുരത്തുവാനായിട്ട് സാധിക്കുക. നമ്മളുടെ ഇടയിൽ ഭിന്നതകളും കലഹങ്ങളും വ്യവഹാരങ്ങളും അകൽച്ചയും ഉണ്ടെങ്കിൽ അവിടെ സാത്താൻ കയറി വരും. അവന് കയറി വരാനും പ്രവർത്തിക്കുവാനും എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് ഏഴാമത്തെ ആയുധം അല്ലെങ്കിൽ ഏഴാമത്തെ സഹായം എന്ന് പറയുന്നത് കൂട്ടായ്മയും സംസർഗവുമാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങളിലും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 4-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിലും ഒരേ കാര്യം നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ആദിമ ക്രൈസ്തവ സമൂഹം ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടെ ഒരുമിച്ച് കൂടി പങ്കുവെക്കുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് എന്തു വേണ്ടി? തിന്മയുടെ ശക്തികൾക്ക് അവരുടെ മേൽ യാതൊരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല. പിശാചിന് അവരെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരരെ, ഈ ചിന്തകളോടുകൂടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണവും ഒരു പ്രലോഭനവും ഉണ്ടാവുകയില്ല. അന്ധകാര ശക്തികൾ നമുക്കെതിരെ അടരാടിക്കൊണ്ടിരിക്കും, അവസാനം വരെ അവൻ അടരാടിക്കൊണ്ടിരിക്കും. പക്ഷേ കർത്താവ് അനുവദിക്കാതെ, കർത്താവ് അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നമ്മുടെ ഒരു മുടി നാരിഴ പോലും അവിടെ നിന്നറിയാതെ കൊഴിഞ്ഞു വീഴുകയില്ല. നമ്മുടെ ഒരു ശ്വാസവും ഒരു ഉച്ഛ്വാസവും പോലും അവിടെ നിന്നറിയാതെ സംഭവിക്കുന്നില്ല. നമ്മുടെ ഒരു ഹൃദയമിടിപ്പ് പോലും അവിടെ നിന്നറിയാതെ സംഭവിക്കുന്നില്ല. അപ്പം ആ വിശ്വാസത്തിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നീതിയുടെ പടച്ചട്ട അണിഞ്ഞുകൊണ്ട്, നീതിപൂർവകമായ ജീവിതം നയിച്ചുകൊണ്ട്, വിശുദ്ധ യൗസേപ്പിനെ പോലെ നീതിയുടെ മാതൃക പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അന്ധകാരത്തിന് മേൽ നമുക്ക് വിജയം വരിക്കാം. തുടർന്ന് നമുക്ക് ആരാധനയിൽ ദൈവസന്നിധിയിൽ അല്പസമയം ചിലവഴിക്കാം. അവൻ്റെ കൃപ, അവൻ്റെ ആത്മാവ് ആരാധനയിലൂടെ, സ്തുതിയിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഇനി ലജ്ജിതരാകിയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് ശ്രവിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ, നമ്മുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് പുതിയൊരു സ്നേഹത്തിലേക്കും പുതിയൊരു ജീവിത അനുഭവത്തിലേക്കും നമ്മളെ വഴി നടത്തുന്ന ദൈവം ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. നമ്മളെ പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ദൈവത്തെ സന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇപ്പോൾ നന്ദി പറയാം. കൃപയോടെ ഈ ആരാധനയുടെ നിമിഷം മറ്റെല്ലാ ചിന്തകളിൽ നിന്നും അകന്ന് ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നതൊക്കെ ദൈവം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ അദൃശ്യമായ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി ദൈവം മനുഷ്യന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ വചനത്തിലൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യചരിത്രത്തിൽ ദൈവം നടത്തുന്ന ഓരോ ഇടപെടലും തന്നെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ്. ദൈവം ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നതും മനുഷ്യനെ മെനഞ്ഞ് തൻ്റെ രൂപത്തിലും സദൃശ്യത്തിലും രൂപപ്പെടുത്തുന്നതും മനുഷ്യനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നതും മനുഷ്യന് കൽപ്പന നൽകുന്നതും എല്ലാം ദൈവം തൻ്റെ അദൃശ്യ പ്രകൃതി മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. പിന്നീട് ഹെബ്രാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളിൽ തൻ്റെ പുത്രൻ വഴി
അവിടുന്ന് നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, ഇനി ഒന്നും ലോകത്തിനോട് വെളിപ്പെടുത്തുവാൻ ഇല്ലാത്ത രീതിയിൽ ക്രിസ്തുവിലൂടെ ദൈവം തന്നെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മുൾപ്പടർപ്പിന്റെ മുമ്പിൽ ജ്വലിക്കുന്ന അഗ്നിയിലൂടെ ദൈവം തന്നെ മൂശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ ഹൊറേബ് മലയിൽ വലിയൊരു ഇടിമിന്നലിൻ്റെയും ഭൂകമ്പങ്ങളുടെയും മധ്യേ വളരെ നിസ്സാരമായിട്ട് ദൈവം തന്നെ തന്നെ ഏലിയ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഏശയ്യായ്ക്ക് സ്വർഗ ദർശനത്തിലൂടെയും ഹോസിയായ്ക്ക് ഹോസിയായുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ വിവരിച്ചുകൊണ്ടും ആമോസിന് ഒരു കുട്ട നിറയെ പഴങ്ങൾ കാണിച്ചുകൊണ്ടും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തിൽ നിന്നും അവർക്ക് കിട്ടിയ വെളിപാടും സാന്നിധ്യവുമാണ് ആഴത്തിൽ കർത്താവിനെ വിശ്വസിക്കുവാനും ഈ വിശ്വസിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പൂർവ്വപിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ജീവിതത്തെ ശക്തിപ്പെടുത്തിയത്. 2-ാമത്തെ വചനം പറയുന്നത്, എന്നാൽ ഈ അവസാന നാളിൽ ക്രിസ്തുവിലൂടെ ദൈവം പൂർണ്ണമായിട്ട് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ദൈവം ക്രിസ്തുവിലൂടെ തന്നെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വെളിപ്പെടുത്തൽ. ക്രിസ്തു പഠിപ്പിച്ചതും ഈ ലോകത്തിലായിരുന്നപ്പോൾ ജീവിച്ചതുമൊക്കെ ദൈവപിതാവിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഒരു പിതാവിന് ഒരു മകനുണ്ടായിരിക്കുകയും തന്നെ ആഴത്തിൽ സ്നേഹിക്കുന്ന പിതാവിനെ മുറിപ്പെടുത്തിക്കൊണ്ട് ഈ മകൻ കടന്നു പോകുകയും ചെയ്യുമ്പോൾ ആ മകൻ്റെ തിരിച്ചുവരവിന് വേണ്ടി വേദനയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവ് ഈ ഭൂമിയിലുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ മുഖമാണ് എൻ്റെ ദൈവത്തിൻ്റെ മുഖം. 100 ആടുകളുണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റു 99 വിജനപ്രദേശത്ത് ഉപേക്ഷിച്ചിട്ട് ആ വഴിതെറ്റിപ്പോയ ഒന്നിൻ്റെ പിറകെ പോകുന്ന ഒരു സ്നേഹമുള്ള ഇടയനുണ്ടെങ്കിൽ ആ ഇടയൻ്റെ മുഖമാണ് ദൈവത്തിൻ്റെ മുഖം. ഇങ്ങനെ സ്നേഹം മാത്രമായ ഒരു ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ക്രിസ്തു നമുക്ക് ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ലോകം ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, പ്രഘോഷണം എന്താണെന്ന് ചോദിച്ചെന്നാൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടുള്ള ഒരു ക്രിസ്തുവിൻ്റെ ജീവിത അനുഭവം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഈ മനോഭാവം സ്വന്തമാക്കണം. എന്താണ് ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് ചോദിച്ചെന്നാൽ തുടർന്നുള്ള വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിൽക്കേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഇതാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം. എളിമയോടുകൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ഒരു ജീവിത അനുഭവം നമ്മളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചെന്നാൽ ഇന്നും നമ്മൾക്ക് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ കൊണ്ട്, ഈ ക്രിസ്തുവിൻ്റെ ജീവിതം സ്വീകരിക്കുന്നത് കൊണ്ട് സാന്നിധ്യം ഉണ്ടെന്ന് ഈ ലോകം നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, വിശ്വാസത്തോടു കൂടി എന്നെ സ്വീകരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവന്റെ സ്രോതസ് പുറപ്പെടും. ജീവസ്രോതസ് ഞാനാണെന്ന് ക്രിസ്തു പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് പറയുന്നത്, വിശ്വാസത്തോടു കൂടി എന്നെ സ്വീകരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവന്റെ സ്രോതസ് പുറപ്പെടും എന്ന് പറഞ്ഞെന്നാൽ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചെന്നാൽ
നമ്മളും ജീവന്റെ സ്രോതസ്സായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ടുള്ള ഒരു സാധ്യത എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ആ ഒരു സാധ്യതയിലേക്കാണ് സ്നേഹമുള്ളവരെ ഈ കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി എളിമയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീ ഞങ്ങൾക്ക് നൽകിയ ഈ പിതാവിൻ്റെ സ്നേഹം, നിന്റെ പ്രകൃതി, നിന്റെ സ്വഭാവം, മറ്റുള്ളവരോട് നീ കാണിച്ച കാരുണ്യം, അതൊക്കെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരു ജീവന്റെ സ്രോതസ്സായിട്ട് ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ച് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി കൂദാശയേ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും അവരാത്മാവിനും ഔവികം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവെ ആരാധിക്കുന്നു, യേശു കർത്താവെ അങ്ങ് ഒന്നീർന്ന സ്തുതിക്കുന്നു. രാജാതിരാജനായവനും സർവശക്തനായ മഹത്വപൂർണനായ ദൈവമേ, ഞങ്ങൾ ഒന്നീർന്നങ്ങി ആരാധിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. ആരാധന ദൈവമേ, ആരാധന, സ്തുതി, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.